2026 കേരളത്തിൽ നടക്കുന്ന ഇലക്ഷൻ ഏറ്റവും ക്രൂഷ്യലാണ്. അതിന് ചില കാരണങ്ങളൊക്കെ ഉണ്ട്. BJPയുടെ ഒരു വലിയ രീതിയിലുള്ള ഫോക്കസ് ചെയ്തുള്ള ക്യാമ്പയിൻ. കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിൽ ഏകദേശം 20 അടുപ്പിച്ച് 19.8 വോട്ടിംഗ് ഷെയർ കിട്ടിയ BJP, തൃശ്ശൂരിൽ ജയിച്ച സുരേഷ് ഗോപി, അതിനുശേഷം പഞ്ചായത്ത് ഇലക്ഷനിൽ ഏകദേശം 14.8, അതായത് ഇതിൽ നിന്നും താഴ്ന്നു. രാജീവ് ചന്ദ്രശേഖരൻ്റെ നേതൃത്വം ആ കിട്ടിയ വോട്ടിംഗ് ഷെയർ ഉറപ്പായിട്ടും അവർക്ക് ആഘോഷിക്കാൻ തിരുവനന്തപുരം നഗരസഭ അവർ നേടിയെടുത്തു. അതെല്ലാം കൂടെ വെച്ചുകൊണ്ട് പിണറായി വിജയൻ 10 വർഷം കഴിഞ്ഞ് ജനവിധി തേടുന്നു. 3.0 മൂന്നാം ടേം അദ്ദേഹം അധികാരത്തിൽ വരാൻ ശ്രമിക്കുന്നു. അപ്പുറത്ത് മുഖ്യ പ്രതിപക്ഷമായ കോൺഗ്രസ് പാർട്ടി, അവരുടെ ഘടകകക്ഷികൾ. അപ്പം ഈ ഒരു കോമ്പിനേഷൻ ഓഫ് അലയൻസ്, ഇവർ അലയൻസ് എന്ന് പറഞ്ഞാൽ പല പൊളിറ്റിക്കൽ പാർട്ടിയും 3 പൊളിറ്റിക്കൽ പാർട്ടിയുമായിട്ട് റീജോയിൻ ചെയ്തിട്ടാണ് പോയിരിക്കുന്നത്. അതിന് സുപ്രധാനമായിട്ടുള്ള ചില ഘടകങ്ങളുണ്ട്. കേരളത്തിൻ്റെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട നായർ സമുദായം, ഈഴവ സമുദായം, മുസ്ലിം ലീഗ് ഉൾക്കൊള്ളുന്ന മുസ്ലിം സമുദായം, കാത്തലിക്സ്, മാർത്തോമൈറ്റ്സ്, അതേപോലെ തന്നെ ഓർത്തഡോക്സ് കമ്മ്യൂണിറ്റി. പിന്നെ മറ്റൊരു പ്രബല കക്ഷി എന്ന് പറയുന്നത് മാർത്തോമ സഭ കഴിഞ്ഞാൽ ഏറ്റവും വലിയ ക്രിസ്ത്യൻ സമൂഹം എന്ന് പറയുന്ന പെൻഡക്കോസ്റ്റ്. അവർ ഷാറ്റേഡാണ്. അവർ ഏകദേശം 25 ലക്ഷത്തോളം വരുന്നു. ഈ ഒരു കോമ്പിനേഷൻ്റെ അകത്തോട്ട് ജനവിധി തേടാൻ പോകുമ്പോൾ നമ്മളൊക്കെ കാണുന്ന പല രീതികളുണ്ട്. കാരണം BJPയുടെ നേതാക്കൾ പറയുന്നവർ മിനിമം 30 സീറ്റോടുകൂടി അധികാരത്തിൽ വരും. 30 സീറ്റോടുകൂടി പ്രധാനപ്പെട്ട ഒരു കക്ഷിയായിട്ട് കേരളത്തിൻ്റെ നിയമസഭയിൽ വരും എന്ന് ഇപ്പുറത്ത് കോൺഗ്രസ് വരെ പറയുന്നു. VD സതീശനും കൂട്ടരും പറയുന്നു 100-ൽ പരം സീറ്റ്, അതിൻ്റെ മുകളിലേക്ക് റെക്കോർഡ് സീറ്റുകളുമായിട്ട് കോൺഗ്രസ് പാർട്ടി നയിക്കുന്ന UDF അധികാരത്തിൽ വരുന്നു. LDF പറയുന്നു വീണ്ടും പിണറായിയുടെ 3ാം മന്ത്രിസഭ കേരളത്തിൽ അധികാരത്തിൽ വരുന്നത്. ഇതാണ് ഇവരുടെ ഡിമാൻഡ്, ഇതാണ് ഇത് പറയുന്നത്. ഈ പറയുന്ന കേരളത്തിൽ നടന്ന പല ഇലക്ഷൻ, കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് നടന്ന പല ഇലക്ഷനുണ്ട്. അതിനെയൊക്കെ പ്രതിപാദിച്ച് വോട്ടിംഗ് ഷെയർ ഉണ്ട്. ആർക്ക് ഇന്നത് വോട്ട് ചെയ്തു, ഇന്നയാൾ വോട്ട് ചെയ്തു. ഈ പറയുന്ന സാമൂഹിക ജാതിപരമായ സംഭവങ്ങളുണ്ട്, അതിൻ്റെ സംഘടനകളുണ്ട്. ഇതിനെയൊക്കെ ഓരോ ഭാഗത്ത് അവർക്ക് ഇത്ര വോട്ടുണ്ട്, അവരിത്ര വോട്ട് ചെയ്യും. അതൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുകയാണ്. ഇത് വെച്ച് കണക്കും കൂട്ടലും കിഴിക്കലും ഒക്കെ ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഒരു അസംഷൻ അനുസരിച്ച് 2026 ഇലക്ഷനിൽ കേരളത്തിലെ മഹാഭൂരിപക്ഷം ജനങ്ങളും പ്രതീക്ഷിക്കുന്നത്, അവരുടെ മനസ്സിലുള്ളത് ഒറ്റ സംഭവം മാത്രമേ ഉള്ളൂ: ആൻറ്റി പിണറായി. അവർക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ഇത്ര വെറുപ്പില്ല. പിണറായി വിജയനോടും പിണറായി വിജയൻ നയിക്കുന്ന ആ മന്ത്രിസഭയോടാണ് ഏറ്റവും കൂടുതൽ വെറുപ്പ്. അതായത് ആൻറ്റി ഇൻകംബൻസി എന്ന് പറയുന്നതിനേക്കാൾ ഉപരി പിണറായിക്കെതിരെയാണ് വോട്ട് ചെയ്യുന്നത്. അതാണ് സുപ്രധാനവും പ്രധാനപ്പെട്ട പോയിന്റ്. അങ്ങനെ ഒരു സംഭവം വരുമ്പോൾ അതിൻ്റെ പ്രതിഫലനം ഈ പറയുന്ന താഴേക്കിടയിലോട്ട് പോകുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു കേഡർ സ്വഭാവമുണ്ട്. ഈ കേഡർ സ്വഭാവം എന്ന് പറയുന്നത് ഈ 2026 ഇലക്ഷനിൽ ഇത് ചീട്ടുകൊട്ടാരം പോലെ അങ്ങ് പൊളിയും. ഞാൻ വെറുതെ അല്ലേ പറയുന്നത്. അതിൻ്റെ തുടക്കം തന്നെയായിരുന്നു 65 വർഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വർക്ക് ചെയ്ത G. സുധാകരൻ, ആലപ്പുഴ. അതേപോലെ തന്നെ VS അച്യുതാനന്ദന് ശേഷം ആലപ്പുഴയിൽ CPM എന്ന് പറഞ്ഞ പാർട്ടിക്ക് എല്ലാം കൊണ്ടും അതിനെ പടച്ചുണ്ടാക്കി, അതിനെ സ്ട്രക്ചർ ചെയ്ത് ഒരു കേഡർ പാർട്ടിയാക്കി കൊണ്ടുവന്ന്
ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച് വിജയിപ്പിച്ച ജി സുധാകരൻ ആ പാർട്ടിയിൽ നിന്നും മാറുന്നു. ചെറിയൊരു കാര്യമല്ല. സുധാകരൻ ഒരു ഈഴവ കമ്മ്യൂണിറ്റിപ്പെട്ട ഒരാളാണ്. പാവം പിടിച്ചൊരു സമൂഹത്തിൽ നിന്ന് വന്നയാളാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബമുണ്ട്, ഒരു രക്തസാക്ഷി കുടുംബമുണ്ട്. അപ്പോൾ ആ ഒരു സുധാകരൻ എന്ന് പറയുന്ന ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ലീഡറാണ്. അയാൾ പറയുന്ന ചില പോയിന്റുകളുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വന്നിരിക്കുന്ന വൈകല്യങ്ങൾ, അതിനെയൊന്നും ഈ പറയുന്ന പാർട്ടി അഡ്രസ്സ് ചെയ്യുന്നില്ല. അത് ഈ പറയുന്ന താഴേക്കടയിലുള്ള സഖാക്കളും ചിന്തിക്കാൻ തുടങ്ങി. ഇത് വലിയൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് തന്നെ പിണറായി വിജയൻ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. 100% അതിൻ്റെ സത്യമായിട്ട് തന്നെയാണ്. ഒരു ആദർശവാനായ പൊളിറ്റീഷ്യൻ സുധാകരൻ, അദ്ദേഹം കൈക്കൂലിക്കാരനാണെന്ന് ലോകത്താരും പറയില്ല. അദ്ദേഹം മന്ത്രിയായിരുന്ന സമയത്ത്, അതായത് PWD മന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹം കൊടുത്തൊരു കോൺട്രിബ്യൂഷനുണ്ട്. ഈ പറയുന്ന ആലപ്പുഴ പാലമാണെങ്കിലും കൊല്ലം ബൈപ്പാസ് ആണെങ്കിലും NH66 അതിനുവേണ്ടി സ്ഥലമെടുക്കാൻ ആണെങ്കിലും ഈ ഗഡ്കരിയെ കണ്ട് പല ആവർത്തി പലതും നേടിയെടുക്കാനും ഒന്നും പ്രതീക്ഷിക്കാതെ ഈ പറയുന്ന ഉദ്യോഗസ്ഥന്മാരെ വരച്ച വരയിൽ നിർത്തി അഴിമതി തൊടാതെ നടത്തിയെടുത്ത നേതാവാണ് സുധാകരൻ. ആ സുധാകരനെ ഫോട്ടോ പുല്ല എന്ന് തള്ളിക്കളയുമ്പോൾ മനസ്സിലാക്കേണ്ടത് CPM എത്രമാത്രം അതംപതിച്ചു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. ഇത് വെറുതെ തമാശയായിട്ട് സുധാകരനെ പൊക്കാൻ വേണ്ടി പറയുന്നതൊന്നുമല്ല. ആ സുധാകരൻ അമ്പലപ്പുഴയിൽ നിൽക്കുമ്പോൾ അയാൾക്ക് അവിടെ വോട്ട് ചെയ്യാത്ത സഖാക്കന്മാരുണ്ടെങ്കിൽ അവന്മാരാണ് വഞ്ചകന്മാർ. അയാൾ എന്തിനാണ് സുധാകരൻ നിൽക്കുന്നത്? പാർട്ടിയുടെ ഈ പോക്ക് ശരിയല്ല. ഈ പാർട്ടി ഇങ്ങനെ നശിക്കാൻ പാടില്ല. ഇതിലെ സുധാകരൻ ഉയർത്തുന്ന മുദ്രാവാക്യം അത് 100% സത്യമല്ലേ? പിന്നീട് അത് അടുത്തു നോക്കുക. TK ഗോവിന്ദനാരാ? കണ്ണൂരിൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം. അയാളും 10-55 വർഷം ഈ പാർട്ടിയിൽ വർക്ക് ചെയ്ത് ഹാർഡ് കോർ ആയിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരൻ. അയാൾ ഉയർത്തുന്ന ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ സാജൻ്റെ മരണം, അദ്ദേഹത്തിൻ്റെ ആത്മഹത്യ, ആന്തൂറുള്ള PK ശ്യാമള, ഗോവിന്ദൻ മാഷ്, പിണറായി വിജയൻ, ഈ നേതാക്കളെ പറ്റി അദ്ദേഹം പറഞ്ഞത് ഇതല്ല കമ്മ്യൂണിസ്റ്റ് ലൈൻ എന്ന് പറയുമ്പോൾ അതിനെ ഏത് രീതിയിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എതിർക്കാൻ പോകുന്നത്? ചോദ്യങ്ങളുണ്ട്. രക്തസാക്ഷി ഫണ്ട് അടിച്ചു മാറ്റുന്ന കാര്യത്തിൽ CPM എന്നും നമ്പർ 1 ആണ്. ഈ പറയുന്ന എറണാകുളം മഹാരാജാസ് കോളേജ് പയ്യൻ്റെ ഫണ്ട് അടിച്ചു മാറ്റിയില്ലയോ? അഭിമന്യു മാറ്റി. അങ്ങനെ എത്രയോ പേരുടെ ഫണ്ട് അടിച്ചു മാറ്റി. അവിടുന്ന് കുഞ്ഞികൃഷ്ണൻ പറഞ്ഞ ഈ ഫണ്ട് അടിച്ചു മാറ്റിയ സംഭവത്തെപ്പറ്റി അതുമായി ബന്ധപ്പെട്ട മധുസൂദൻ എന്ന് പറഞ്ഞയാൾ ഒഴിവാക്കി നിർത്തി 1 വർഷം. വീണ്ടും പാർട്ടി തിരിച്ചു കയറ്റി. കാരണം പാർട്ടിക്ക് നാണക്കേട്. വീണ്ടും അയാളെ കാൻഡിഡേറ്റ് ആക്കി. കുഞ്ഞികൃഷ്ണൻ അതിനെ എതിർക്കാൻ വേണ്ടി കാൻഡിഡേറ്റായി. ഇതൊക്കെ പറയുമ്പോൾ പാർട്ടിയുടെ സ്ട്രക്ചർ, അതായത് കേഡറിസം, അതിങ്ങനെ നൂലാമാലങ്ങളായിട്ട് അങ്ങനെ പൊളിയുകയാണ്, ചീട്ടുകൊട്ടാരം പോലെ. ഇതെന്താ റിഫ്ലക്റ്റ് ചെയ്യത്തില്ല എന്നാണോ പറയാൻ പോകുന്നത്? പിണറായി വിജയൻ അയാളുടെ മരുമോന് വേണ്ടി കൊടുക്കുന്ന പ്രാധാന്യം എന്നോട് എത്രയോ പാർട്ടിയിൽ എത്രയോ സീനിയറായിട്ടുള്ള ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. ഇത് വല്ലാത്ത രീതിയിലാണ് ഇത് കൊണ്ടുപോകുന്നത്. മരുമോനോടുള്ള താല്പര്യം, മകളോടുള്ള താല്പര്യം, അയാൾ മാറിക്കഴിഞ്ഞ് മരുമോനെ അടുത്ത മുഖ്യമന്ത്രിയായിട്ട് കൊണ്ടുവരാനുള്ള താല്പര്യം. കാരണം ഒരു കഴിവുമില്ലാത്തൊരു മൊണ്ണ. ഇതെത്രയോ പാർട്ടി പ്രവർത്തകർ, സീനിയറായിട്ടുള്ള ലീഡേഴ്സ് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ക്ലബ്ബ് ചെയ്ത് ഒരുമിച്ച് വരുമ്പോഴും, അതായത് കേരളത്തിലെ ജനങ്ങളെ പറഞ്ഞു പറ്റിച്ച 2ാം പിണറായി സർക്കാർ അത് ചെയ്തു കൊടുക്കും, ഇത് ചെയ്തു കൊടുക്കും, ആ പെൻഷൻ, ഈ പെൻഷൻ, എല്ലാം നോൺസെൻസാണ്. ഈ സംഭവങ്ങളെല്ലാം നടന്നിരിക്കുന്നത്. കേരളം വല്ലാതെ എന്തൊക്കെയോ നേടിയെന്ന് പറയുന്നു. കേരളം എന്ത് നേടിയെന്നാണ് നിങ്ങൾ ഈ പറയുന്നത്? കേരളത്തിൽ ഇത്രമാത്രം വ്യവസായമുണ്ട്. ഒരു കൊച്ചുകുട്ടി പോലും വിശ്വസിക്കത്തില്ല. ഈ P രാജീവ് പറയുന്ന കള്ളത്തരവും കപടതയും. കേരളത്തിൽ 3 ലക്ഷത്തോളം പുതിയ വ്യവസായം തുടങ്ങി. ഓരോ സംസ്ഥാനത്തും ഏകദേശം 25,000, സംസ്ഥാനത്തല്ല ജില്ലകളിൽ 25,000 വ്യവസായം തുടങ്ങി. 3 ലക്ഷം കോടിയോളം കേരളത്തിലോട്ട്
ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്നു. ഇതേപോലെയുള്ള കള്ളത്തരവും കപടതയും വെച്ച് പെരുമാറുന്നു ഒരു ഭാഗത്ത്. ഞാൻ രാജീവിന് തന്നെ ഒരു മെസ്സേജ് അയച്ചു, താങ്കൾ ഇപ്രാവശ്യം തോൽക്കും. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം രാജീവിന് മെസ്സേജ് അയച്ചു, കളമശ്ശേരി മത്സരിച്ചപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ജയിക്കുമെന്ന് തന്നെ പറഞ്ഞു. പല പാർട്ടിക്കാരും നിങ്ങളെ കാലുവാരിയാലും ജയിക്കുമെന്ന് പറഞ്ഞു. പക്ഷെ ഇപ്രാവശ്യം ഞാൻ പി രാജീവിന് മെസ്സേജ് അയച്ചു, അന്ന് നിങ്ങളെ സഹായിക്കും, നിങ്ങൾക്ക് വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞ എല്ലാവരും ഒരാൾ പോലും ഇല്ലാതെ പറഞ്ഞു രാജീവിനെതിരെ വോട്ട് ചെയ്യും. ഇതാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം ബേസിക്കലി ഉണ്ടായിരിക്കുന്ന പിണറായി വിജയനെതിരെയാണ്, കാരണം ടീമിനെതിരെയാണ് കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്യുന്നത്. കരുതിയിരിക്കുക, CPM-ന്റെ കോട്ടകൾ ഇന്ന് വരെ തകരാത്ത പല കോട്ടകളുണ്ട്. കണ്ണൂർ, അതേപോലെ കൊല്ലം, ഞാൻ ജനിച്ചു വളർന്ന പത്തനാപുരം കൊല്ലം ജില്ലയിൽ, അതേപോലെ തന്നെ ആലപ്പുഴ, അതേപോലെ തന്നെ പാലക്കാട്, അതേപോലെ തന്നെ കാസർഗോഡ്, ഈ ഭാഗത്തൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു വെച്ചിരിക്കുക. എൻ്റെ അസംഷൻ വളരെ കറക്റ്റായിട്ട് ഞാൻ വേണമെങ്കിൽ ബെറ്റ് വെക്കാം. ഇവിടെയൊക്കെ CPM എന്ന് പറഞ്ഞ പാർട്ടി 8 നിലയെ പൊട്ടും. വെറുതെ അല്ല പറയുന്നത്. ചിലപ്പോൾ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും മൃഗീയമായി, ഏറ്റവും മോശമായ രീതിയിൽ തോൽക്കുന്ന ഒരു മുഖ്യമന്ത്രിയുടെ സ്ഥാനവും പിണറായി വിജയനാണ് കിട്ടാൻ പോകുന്നത്. അത്രമാത്രം ജനങ്ങളങ്ങ് വെറുക്കുകയാണ് പിണറായി വിജയൻ. ഞാൻ എൻ്റെ പല സുഹൃത്തുക്കളോടും മറ്റു പലരോടും പാർട്ടിക്കാരോടൊക്കെ സംസാരിക്കുമ്പോൾ, പാർട്ടിയുടെ മെമ്പേഴ്സിനോടൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഈ മനുഷ്യനെ കൊണ്ട് അത്ര വല്ലാത്ത രീതിയിലങ്ങ് ദ്രോഹം പോലെയായി. ഇയാളുടെ ഫോട്ടോ വരുന്നത് അവർക്ക് കാണാൻ പോലും പറ്റുന്നില്ല TV-യിൽ. ഈ രീതിയിലോട്ടാണ് കാര്യങ്ങൾ മാറിയത്. അത്ര ധാർഷ്ട്യം, അഹങ്കാരം. ഈ പറയുന്നത് എന്ത് പുല്ല അയാൾ ചെയ്തത്? ചോദ്യമുണ്ട്, എന്ത് ചെയ്തു? ഇത്രമാത്രം ദുരിതം അനുഭവിക്കുന്ന സമയത്ത് എന്താണ് പിണറായി വിജയൻ ഗവൺമെന്റിന്റെ കോൺട്രിബ്യൂഷൻ കേരളത്തിലെ ജനങ്ങൾക്ക് കൊടുത്തത്? കേരളത്തിലെ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ കോളമാക്കി കൈ കൊടുത്തില്ലേ? കേരളത്തിലെ വിദ്യാർത്ഥികൾ മുഴുവനും വിദേശ രാജ്യങ്ങളിലോട്ട് സ്ഥലവും വസ്തുവും എല്ലാം വിറ്റുപോകുന്നു. കേരളത്തിലെ യൂണിവേഴ്സിറ്റിയിലെല്ലാം പാർട്ടിക്കാരെ അവരെ കൊണ്ടുവന്ന് അതിനെ അങ്ങ് നശിപ്പിച്ചു. നിങ്ങൾ എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്തു? ഇതിന് ഉത്തരം തരണം നിങ്ങൾ. അതിനൊന്നും നിങ്ങൾ ഉത്തരം തരുന്നില്ല. എന്നിട്ടും പറയുന്നത് നിങ്ങൾ എന്തൊക്കെയോ ചെയ്തു എന്നാണ്. എല്ലാം കപടതയാണ് പറയുന്നത്. വാ തുറക്കുന്നത് കള്ളം പറയാൻ വേണ്ടി മാത്രമാണ് പിണറായി വിജയനും കൂട്ടരും ഈ ഇലക്ഷനിൽ അവർ ക്യാമ്പയിൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണിക്കാനൊന്നുമില്ല. കേരളത്തിൻ്റെ ഒരു ഡീപ്പായിട്ടുള്ള ക്രൈസിസിന് നിങ്ങൾ എന്താണ് ഉത്തരം കൊടുത്തത്? എല്ലാം PR വർക്കിൽ കൂടെ മാത്രം പോയി. അതാണ് ഏറ്റവും പ്രധാനം. പ്രൊഡക്ടിവിറ്റി കൂടിയോ? അഗ്രികൾച്ചറിൻ്റെ പ്രൊഡക്ടിവിറ്റി കൂടിയോ? പലതിനും പല ചോദ്യങ്ങളുണ്ട്, പലതിനും ഉത്തരവില്ല. കേന്ദ്ര പ്രോജക്റ്റുമായിട്ട് വന്നിട്ട് ഈ ലൈഫ് പദ്ധതി വീടുകൾ കൊടുത്തു എന്ന് പറഞ്ഞു, 5 ലക്ഷം. എടുത്തു നോക്കുക എൻ്റെ കണക്ക് എക്സാക്റ്റ് ഉമ്മൻചാണ്ടി വന്നപ്പോഴും കൊടുത്തു. അതിൻ്റെ കുറച്ച് ബാക്കിയുള്ള വീടുകളുണ്ട്, അതെല്ലാം കൂടെ ചേർത്ത് വെച്ച് ഇയാൾ കൊടുത്തു. ഇതിൻ്റെ ഫണ്ട് വന്ന എവിടുന്ന്? കേന്ദ്രത്തിൽ നിന്ന് ചെറുതായിട്ട് കേരളവും ഫണ്ട് ചെയ്തു. അതായത് വേണ്ടാത്ത കാര്യങ്ങളിലെല്ലാം അവരുമായിട്ട് ബന്ധമില്ലാത്ത ചെറുതായിട്ട് ബന്ധമുള്ള കാര്യം പൂർണ്ണമായിട്ട് ഏറ്റെടുക്കുന്നു. അതും എല്ലാം ഡിലേ ആക്കുന്നു. അതായത് കേരളത്തെ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ച ഒരു മന്ത്രിസഭയാണ് പിണറായി വിജയൻ തൻ്റെ മന്ത്രിസഭ കഴിഞ്ഞ 10 കൊല്ലം. അതായത് പിണറായി വിജയൻ ആദ്യത്തെ ടേം ഏറ്റവും നല്ല പോലെ ഇതിനെ കൊണ്ടുപോയി. രണ്ടാമത്തെ ടേം നിങ്ങൾക്ക് തലയ്ക്ക് ബഹളവും അഹങ്കാരവും ധാർഷ്ട്യവും കൂടി. അതിൻ്റെ പേരിലാണ് ഒരു മണ്ണൂണ്ണിയായ നിങ്ങളുടെ മരുമകനെ പിടിച്ച് മന്ത്രിയായിട്ട് കൊണ്ടുവന്ന് ഏറ്റവും നല്ല 2 പോർട്ട്ഫോളിയോ കൊടുത്തു. അന്നേ ഞാൻ കരുതി നിങ്ങളെ ഒന്നിനും കൊള്ളാത്ത ഒരു മണ്ണൂണ്ണിയാണ്. കാരണം നിങ്ങളതങ്ങനെ ചെയ്തു. ആ ചെയ്തപ്പോഴേ മനസ്സിലാക്കണം നിങ്ങൾ സ്വജനപക്ഷപാതിയാണ്. മകൾക്ക് വേണ്ടി മകൾക്ക് വേണ്ടി നിങ്ങൾ കൈക്കൂലി മേടിച്ച് ഇല്ലാത്ത കണക്കുകളൊക്കെ ഉണ്ടാക്കി. എല്ലാവർക്കും അറിയാവുന്നതാണ്. ശബരിമല കേസുമായി ബന്ധപ്പെട്ട് അവിടെ എന്താണ് യഥാർത്ഥത്തിൽ നടന്നത്? പല സഖാക്കന്മാർക്കും അതിന് ഡയറക്റ്റ് പങ്കുണ്ട്. പല കേസുകളും നിങ്ങൾക്കെതിരെയുള്ള പല കേസുകളും CBI-യുമായിട്ട് സെൻട്രൽ ഏജൻസി അന്വേഷിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളും മോദിയുമായിട്ടുള്ള ബന്ധത്തിൻ്റെ പേരിൽ
നിങ്ങൾ പലയിടത്തും നിങ്ങൾ ജയിലിൽ പോയില്ല. അതാണ് അതിൻ്റെ സത്യം. അതിൻ്റെ പ്രത്യുപകാരമായിട്ടാണ് ചില സീറ്റുകളിൽ CPM ഈ പറയുന്ന BJP ധാരണയിലുണ്ട്. ഈ ധാരണയിലുള്ളപ്പോഴും BJPക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കേരളത്തിൽ നല്ലൊരു ശതമാനം BJPക്കും ഈ CPM-ഉമായിട്ട് ധാരണയിൽ പോകുന്നതിനോട് താല്പര്യമൊന്നുമില്ല. അവർക്ക് നല്ലൊരു എലക്ഷൻ വേണം. ആ ഇലക്ഷനിൽ കൂടെ ഫൈറ്റ് ചെയ്ത് ജയിക്കാനാണ് അവർക്ക് താല്പര്യം. അല്ലാതെ പിണറായി വിജയൻ്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സപ്പോർട്ടോടുകൂടി ചിലയിടത്ത് ജയിക്കുകയും അതിനൊരു വാതിൽ തുറന്നു കൊടുക്കുകയും കോൺഗ്രസിനെ ഇല്ലാതാക്കുകയും അത് ചെയ്യുന്നതിനോട് ഒരു സ്വാഭാവികമായിട്ട് ജനുവനായിട്ടുള്ളൊരു BJPക്കാരന് താല്പര്യമില്ല. ഇനി ഞാൻ BJPയുടെ കാര്യം പറയാം. എനിക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു BJP കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ. അതിനുശേഷം ഈ പറയുന്ന പഞ്ചായത്ത് ഇലക്ഷൻ, അപ്പോഴും അവരുടെ ഇലക്ഷൻ്റെ വോട്ടിൻ്റെ ഷെയർ കുറഞ്ഞു. പിന്നീടാണ് നമുക്ക് BJP എന്ന് പറഞ്ഞ പാർട്ടിയെ ശരിക്കും മനസ്സിലാക്കാൻ പറ്റുന്നത്. അവരുടെ ആ ഫാസിനേഷനും ട്രെൻഡും അത് ഗ്രാജുവലായിട്ട് അങ്ങ് കുറഞ്ഞു. അതായത് 2026 ഇലക്ഷൻ കഴിയുമ്പോൾ എൻ്റെ പ്രഡിക്ഷനാണ് BJPക്ക് 10% താഴെ വോട്ട് കിട്ടുകയുള്ളൂ. ഈ പറയുന്ന ഒറ്റ കാൻഡിഡേറ്റും എവിടെയും ജയിക്കത്തില്ല. മഞ്ചേശ്വരത്ത് പോസിബിലിറ്റി ഉണ്ട്. ബാക്കിയുള്ള ഒരൊറ്റ കോൺസ്റ്റിറ്റ്യുവൻസിയിലും, അതായത് ഇൻക്ലൂഡിങ് നേമം, അവിടെ പോലും ജയിക്കത്തില്ല. തിരുവനന്തപുരത്ത് ജയിക്കത്തില്ല പലയിടത്തും. ഞാൻ പറഞ്ഞുതരാം ഉദാഹരണം. ഇപ്പം തിരുവനന്തപുരത്ത് എന്തുകൊണ്ട് ജയിക്കത്തില്ല? ആദ്യം മനസ്സിലാക്കേണ്ടത് തിരുവനന്തപുരം എന്ന് പറഞ്ഞ് CPM-ൻ്റെ കോട്ടയം. അവിടെ ഏറ്റവും 2ാം സ്ഥാനം എന്ന് പറയുന്നത് BJP-ആണ്. നഗരസഭയിൽ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അത് കഴിഞ്ഞാൽ അവിടെ കോൺഗ്രസ് ഇല്ല, വരുന്നത് പിന്നെ BJP. കാരണം CPM-നെ മാറ്റാൻ ജനങ്ങൾ തീരുമാനിച്ചു. അവിടെ ഓപ്ഷനുള്ള BJP-ആണ് ജനങ്ങൾ വോട്ട് ചെയ്തു. നമ്പർ 1. അങ്ങനെയാണ് അവർ അധികാരത്തിൽ വരുന്നത്. ഇനി എടുക്കുക നിയമസഭാ ഇലക്ഷനിൽ ചെറിയ വോട്ടിംഗ് പാറ്റേൺ പറയാം, കൃത്യമായിട്ട് പറയാം. തിരുവനന്തപുരത്ത് ഈ പറയുന്ന നാടാർ വോട്ടുകൾ വളരെ ക്രൂഷ്യലാണ്. അതായത് കഴിഞ്ഞ 20 വർഷം മുമ്പ് നാടാർ വോട്ടുകൾ ആലോചിച്ച് നോക്കുക. തിരുവനന്തപുരം ഭാഗത്തുള്ള നാടാർ വോട്ട് ഒരു വീട്ടിനകത്ത് അതിൻ്റെ അകത്തൊരു ക്രിസ്ത്യാനിയും ഉണ്ടാകും, ഒരു ഹിന്ദു ഉണ്ടാകും. അങ്ങനെയാണ് അവരുടെ ഒരു കൾച്ചർ. ഈ ക്രിസ്ത്യൻ എന്ന് പറയുന്നത് അധികം CSI-കാരാണ്, ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യക്കാരാണ്, CSI-കാരാണ്, ഈ ഏകദേശം പ്രൊട്ടസ്റ്റൻ്റ് ബിലീവേഴ്സാണ്. ഹിന്ദു ഏതെങ്കിലും കമ്മ്യൂണിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട്, കാരണം അവർ വീടുള്ളത് കല്യാണം കഴിക്കും. ഈ പ്രൊട്ടസ്റ്റൻ്റുകാർ കഴിഞ്ഞ 20 വർഷം കൊണ്ട് CSI-കാർ മഹാഭൂരിപക്ഷം പെന്തക്കോസുകാരായി. ഇവരെന്ന് പെന്തക്കോസുകാരായി അവരുടെ വീട്ടിലുണ്ടായിരുന്ന ഹിന്ദുക്കളായിട്ടുള്ള ആളുകളെയും അവർ പിടിച്ച് പെന്തക്കോസുകാരാക്കി. നിങ്ങൾ ഈ കാട്ടാക്കടയിലും നേമത്തും ഇവിടെയൊക്കെ നടക്കുന്ന ഈ പെന്തക്കോസുകാരുടെ കൺവെൻഷൻ ഒന്ന് പോയി കാണും. നിങ്ങൾ ഞെട്ടോടെ ആൾക്കാർ കൂടുന്നത്. അതായത് തിരുവനന്തപുരത്ത് നാടാർ വോട്ടെന്ന് പറയുന്നത് ഒരു ഹാർഡ് കോർ ക്രിസ്ത്യൻ വോട്ടാണ്. അവരുടെ വോട്ടില്ലെങ്കിൽ അവിടെ ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖരനോ ഈ പറയുന്ന കാട്ടാക്കടയിലോ ഒരാൾക്ക് ജയിക്കാൻ പറ്റത്തില്ല. തിരുവനന്തപുരത്ത് ജയിക്കാൻ പറ്റത്തില്ല. അവരൊക്കെ വളരെ കൃത്യമായിട്ട് ആലോചിച്ച് തന്നെ വെച്ചിരിക്കുകയാണ്. കാരണം ഈ ബന്ധുക്കൂസുകാരുടെ പള്ളികളിലൊക്കെ എല്ലാ ആഴ്ചയിലും ഈ നോർത്ത് ഇന്ത്യയിലുള്ള അടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞിട്ട് അവരത് BJPക്ക് വോട്ട് ചെയ്യും. കൃത്യമായിട്ട് പറയാൻ തിരുവനന്തപുരത്ത് ഒറ്റ സീറ്റ് പോലും കിട്ടത്തില്ല BJPക്ക്. കാരണം ഞാനിത് മനസ്സിലാക്കിയതാണ് ഗ്രൗണ്ടിൽ പോയിട്ട്. കാരണം അവർക്ക് താല്പര്യമില്ല. പിന്നെ സുഹൃത്ത് ബന്ധം അതിൻ്റെ പേരിൽ അവിടെ ഇവിടെയൊക്കെ നടക്കുന്നു എന്നുള്ളതല്ലാതെ അവർ വോട്ട് ചെയ്തൊന്നുമില്ല. കാരണം നിങ്ങൾ നോക്കുക, നോർത്ത് ഇന്ത്യയിൽ ഈ പല ക്രിസ്ത്യൻസിനെ അറ്റാക്ക് കിട്ടുന്നു. അതിൻ്റെ ഏറ്റവും കൂടുതൽ ആൾക്കാർ തിരുവനന്തപുരം ഭാഗത്തുള്ളവരാണ്. ഇവരെല്ലാം ഹിന്ദുക്കളാണ്, കൺവേർട്ടഡാണ്, ഇവരെല്ലാം നാടാന്മാരുമാണ്. അവർ പറയുന്ന ഫാമിലി ഇതങ്ങ് ഇഗ്നോർ ചെയ്യുന്ന ധരിക്കുന്നത്. അതേപോലെ കേരളത്തിലെ പല ഭാഗത്തും തിരുവല്ല, അതേപോലെ ചെങ്ങന്നൂർ, ഈ പല ഭാഗത്തും അവിടെയുള്ള ക്രൈസ്തവരെ മനസ്സിലാക്കുക. കേരളത്തിലെ ക്രൈസ്തവരെ എടുക്കുക. ഞാനൊരു ഓർത്തഡോക്സുകാരന് അല്ലെങ്കിൽ മർത്തോമക്കാരന്. പണ്ട് ഞങ്ങളുടെ കുടുംബത്തിലൊന്നും ഒരാൾ പോലും പെന്തക്കോസിലില്ലായിരുന്നു. പക്ഷെ സമയം മാറി, കാലം മാറി. ഞങ്ങളുടെ കുടുംബത്തിൽ ഇപ്പോൾ 50% 60% പെന്തക്കോസുകാരാണ്. അത്രമാത്രമായി പെനട്രേഷൻ നടന്നിരിക്കുന്ന ഈ സഭയ്ക്കകത്ത്. അപ്പോൾ അവരുമായിട്ടൊരു ബന്ധം ഉണ്ടായിട്ടുണ്ട്, വലിയ ബന്ധം. കാരണം പെന്തക്കോസുകാരനെ അടിക്കുമ്പോൾ അവൻ്റെ സഹോദരനെ അടിക്കുന്ന രീതിയിലായിട്ട് കാര്യങ്ങളങ്ങ് മാറി. പഴയ ആ വിരോധമൊന്നുമില്ല, ഭയങ്കര സുഹൃത്തുക്കൾ തന്നെയാണ്. ഈ പറയുന്ന FCRA പണമൊന്നും വരുന്നൊന്നുമില്ല, വെളിയിൽ നിന്ന് പണമൊന്നും വരുന്നില്ല.
ഈ പറയുന്ന ബന്ധക്കോസ് ഉപദേശിമാർക്ക് ആരാ ഈ പൈസ കൊടുക്കുന്നത്? ഇവരുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും അറിയാവുന്നവർ ഇന്ത്യയിലുള്ളവനായി കൊടുക്കുന്നത്. അപ്പോൾ അവർക്ക് അവിടെ അടി കിട്ടുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ബി ജെ പിക്കാരൻ അവനിവിടെ വളരെ ചിരിച്ച് കളിച്ചുകൊണ്ട് നിനക്ക് വോട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നുണ്ടോ? അതായത് ഈ ചില ആൾക്കാർ അനൂപ് ആൻ്റണി തിരുവല്ല നല്ല പയ്യന്, മത്സരിക്കും ജയിക്കും, നല്ല പയ്യന് വിചാരിക്കുന്നുണ്ടോ തിരുവല്ല എന്ന് പറഞ്ഞ ആ ഭാഗത്ത് മാർത്തോമൈറ്റ്സും ഈ ഓർത്തഡോക്സുകാരൊക്കെ ഇരിയ സ്ഥലത്ത് അവിടെ റെയിൽവേ സ്റ്റേഷൻ ശരിയാക്കി, അത് ശരിയാക്കി, ഇത് ശരിയാക്കി, അതുകൊണ്ട് ജയിക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഇതൊക്കെ തെറ്റായ ധാരണയാണ്. അതേപോലെ പൂഞ്ഞാറിൽ കൃത്യമായിട്ട് പറയാം, പൂഞ്ഞാർ ആശാൻ വിചാരിക്കുന്നുണ്ടോ അവിടെ ജയിക്കുമെന്ന്? ഇതൊക്കെ തെറ്റായ ധാരണയാണ്. കാരണം ആൾക്കാർ സ്ഥാനാർത്ഥികളെക്കാളും പാർട്ടിക്കാരെക്കാളും വളരെ മിടുക്കരാണ് വോട്ട് ചെയ്യുന്നവർ. അവർക്കറിയാം അവർക്കൊരു വോട്ടേ ഉള്ളൂ, ആ വോട്ട് അവർ പാഴാക്കത്തില്ല. അപ്പനും മോനും ഞങ്ങൾ നിയമസഭയിൽ ഇരിക്കും. ഇതൊക്കെ പറയുമ്പോൾ അത് കേൾക്കുന്ന ആൾക്കാർക്കും തോന്നണം ഇതുണ്ടാകുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ. ഇതാണ് ഞാൻ ഈ പറയുന്നൊരു സംഭവം. മലയാളികളായി വോട്ട് ചെയ്യുന്നത് നോർത്ത് ഇന്ത്യക്കാരല്ല. പിന്നെ ഏറ്റവും അവസാനത്തെ പോയിന്റ് ഞാൻ പറയാം. ഞാൻ കേരളത്തിലെ പല ഭാഗത്തും വിളിച്ചു. അവിടെ ഈ പറയുന്ന കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ഏറ്റവും ശക്തമായ രീതിയിലാണ് ഇപ്രാവശ്യം കോൺഗ്രസ്. CPM-നേക്കാളിലും 100 ഇരട്ടി ശക്തമാണ് ഇന്ന് കോൺഗ്രസ് കേരളത്തിൽ. കാരണം 10 വർഷം ഭരണമില്ലാതിരുന്നു. അവരോരോ വീടുകളിലും 2, 3 പ്രാവശ്യം വെച്ച് കയറുന്നുണ്ട്. അവിടെ തന്നെ CPM 1 പ്രാവശ്യം 1.5 പ്രാവശ്യം അവർക്ക് കയറാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ കോൺഗ്രസ് ശക്തമായിട്ട് ബൂത്ത് ഇലക്ഷൻ മൈക്രോ മാനേജ്മെൻറ്റിനകത്ത് CPM-നേക്കാളും മുമ്പിലാണ് പോകുന്നത്. കറണ്ടായിട്ട് ഞാൻ പറയുകയാണ്. ഈ പല വീടുകളിലും ഞാൻ ഇതിനെ അന്വേഷിച്ചു. ഈ അവിടെ BJP-യുടെ ലീഡേഴ്സൊക്കെ മത്സരിക്കുന്നുണ്ട്. എത്ര ആൾക്കാർ BJP-ക്കാർ ഈ വീടുകൾ വിസിറ്റ് ചെയ്തു? ഞാൻ പറയുന്നത് പാർലമെൻറ്റ് ഇലക്ഷൻ്റെ കാര്യമല്ല, നിയമസഭാ ഇലക്ഷൻ്റെ കാര്യമാണ്. പല വീടുകളും പറഞ്ഞു ഒരു പ്രാവശ്യം പോലും ഒരു BJP-ക്കാരൻ പോലും അവരുടെ വീടുകളിൽ പോയി വോട്ട് ചോദിക്കാൻ പോയിട്ടില്ല. ഇതാണ് BJP-യുടെ ഇലക്ഷൻ മാനേജ്മെൻറ്റിൻ്റെ ഏറ്റവും വലിയ സെറ്റ് ബാക്കും ലാക്നസ്. അവർ ധരിക്കുന്ന നോർത്ത് ഇന്ത്യ പോലെ അല്ല കേരളത്തിലെ ഇലക്ഷൻ. കേരളത്തിൻ്റെ ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ മൈക്രോ മാനേജ്മെൻറ്റാണ്. അത് കോൺഗ്രസിനും അതേപോലെ CPM-ന് കൃത്യമായിട്ട് അറിയാം. കാരണം അവർക്കവിടെ പഞ്ചായത്ത് ഭരിക്കാനുണ്ട്, അവർക്ക് സൊസൈറ്റി ഉണ്ട്. കാരണം അവർക്കറിയാം ഏത് റൂട്ടിൽ കൂടാണ് വോട്ട് പോകുന്നത്. കുറച്ച് ആൾക്കാർ കൂടി പ്രകടനം നടത്തി ഇതിലൊന്നും വോട്ട് വീഴത്തില്ല. വോട്ട് വീഴുന്നുണ്ടെങ്കിൽ ഈ വോട്ട് ചെയ്യാൻ പോകുന്ന ആൾക്കാരെ കൺവിൻസ് ചെയ്യാൻ തയ്യാറാകണം. ജയ് ശ്രീറാം എന്നും പറഞ്ഞാലൊന്നും കേരളത്തിലെ ഒറ്റ നായന്മാർ ഈഴവരും വോട്ട് ചെയ്യത്തില്ല. ഭാരത് മാതാ കി ജയ് എന്ന് പറഞ്ഞാൽ വോട്ട് ചെയ്യത്തില്ല. വോട്ട് എന്തിന് ചെയ്യുന്നു, ആർക്ക് ചെയ്യുന്നു, ഇതിനെ ബേസ് ചെയ്താണ് കേരളത്തിലെ വോട്ടിംഗ് എന്ന് പറയുന്നത്. അതായത് വീണ്ടും ഞാൻ കൺക്ലൂഡ് ചെയ്യുന്നൊരു പാർട്ടെന്ന് പറയുന്നത്, പിണറായി വിജയൻ്റെ ഏറ്റവും മോശപ്പെട്ട സമയമാണ്. അയാൾ ഈ ഇലക്ഷനോട് വെടിതീർന്ന് നാശമായി പോകും. അതേപോലെ കോൺഗ്രസ് വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരികയും ചെയ്യും. BJP എന്ന് പറയുന്നതിൻ്റെ ഗതികേട് കഷ്ടകാലമായിരിക്കും. അതിൻ്റെ അത് ഈ കൺക്ലൂഡ് ചെയ്യുന്നൊരു പാർട്ട്, കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിൽ തിരുവനന്തപുരത്ത് മത്സരിച്ച രാജീവ് ചന്ദ്രശേഖർ, അദ്ദേഹം മത്സരിച്ച് കഴിഞ്ഞ് തോറ്റ സമയത്ത് 2ാമത്തെ ദിവസം അദ്ദേഹം ട്വിറ്ററിൽ, അതായത് എക്സ് പ്ലാറ്റ്ഫോമിൽ അദ്ദേഹം ട്വീറ്റ് ചെയ്തു, അദ്ദേഹം പൂർണ്ണമായിട്ടും രാഷ്ട്രീയം വിടുന്നു, ഒരു ചെറിയ രീതിയിൽ ഒരു പാർട്ടി അനുഭാവിയായിട്ട് ജീവിക്കാൻ പോകുന്നു എന്ന രീതിയിൽ. പെട്ടെന്ന് അത് വലിയ സംഭവമായി, പെട്ടെന്ന് അത് ഇഷ്യൂ ആയി മാറി. പെട്ടെന്ന് അദ്ദേഹം പറഞ്ഞു ആരോ അയാളുടെ എക്സ് പ്ലാറ്റ്ഫോമിൽ കയറി ഹാക്ക് ചെയ്തിട്ടാണ് ഇട്ടതെന്ന്. ഇതാണ് രാജീവിൻ്റെ രാഷ്ട്രീയം. ഒരു പക്വതയുള്ള രാഷ്ട്രീയക്കാരൻ ഒരിക്കലും ആ രീതി ട്വീറ്റ് ചെയ്യത്തില്ല. ഇപ്രാവശ്യം കേരളത്തിൽ പൂർണ്ണമായിട്ടും തോറ്റു കഴിഞ്ഞാൽ രാജീവ് ചന്ദ്രശേഖറിന് കിട്ടിയ ഒരേ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് പെട്ടിയെല്ലാം പാക്ക് ചെയ്ത് കേരളത്തിൽ നിന്നും പുറത്തോട്ട് പോകുക. കാരണം രാജീവ് കേരളത്തിന് പറ്റിയ ഒരു നേതാവല്ല.